ഈ മൂത്രവാർച്ച എന്നൊക്കെ പറയും സാധാരണഗതിയിൽ പലപ്പോഴും നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുകയും അതിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ നജസ് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയ വിഷയമായിട്ട് തോന്നില്ല. അപ്പോൾ ഈ മൂത്രവാർച്ച എന്ന് പറയുന്നത് ശരിക്കും ചിലർ പറയുന്നത് സൈക്കോളജിക്കലാണ്, അത് തോന്നലാണ് എന്ന് പറയുന്നു. ശരിക്കും എന്താണ് ഈ മൂത്രവാർച്ചയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ? നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ വസ്വാസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചെറിയൊരു ഭാഗം സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും സാന്ദർഭികമായ ഒരു വിശദീകരണം എന്നുള്ള നിലയിൽ പറയുമ്പോൾ മൂത്രവാർച്ച എന്താണെന്ന് മനസ്സിലാകാത്തത് വസ്വാസിൻ്റെ കാരണമാകാറുണ്ട്. അതായത് നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് മൂത്രവാർച്ചക്കാരെ പോലെയുള്ള നിത്യശുദ്ധിയുള്ളവർക്ക് സമയം ആകലും ആയെന്നറിയലും എന്ന് നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പറയുന്നുണ്ട്. ഒതുവിൻ്റെ ഷർത്തുകളിൽ പറയുന്നുണ്ട്. ഒതുണ്ടാക്കണമെങ്കിൽ മൂത്രവാർച്ച ഉള്ള ആളുകൾക്ക് സമയമായി എന്ന് ഉറപ്പായതിൻ്റെ ശേഷമേ ഒതുണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച് പരീക്ഷയ്ക്ക് എഴുതി അങ്ങനെ പോയതുകൊണ്ട് ഇത് മനസ്സിലിങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മൂത്രവാർച്ച ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. ആദ്യം മൂത്രവാർച്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ബ്ലാഡറിൽ മൂത്രം നിൽക്കുകയേയില്ല. മൂത്രം രൂപീകരിക്കപ്പെട്ടാൽ മൂത്രത്തിന് പൈപ്പ് ഇട്ടതുപോലെ അത് അപ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന ഇങ്ങനെ മെല്ലെ മെല്ലെ വന്ന് ഒരു തുള്ളി ഒറ്റും, പിന്നെ ഇങ്ങനെ വന്ന് ഒരു തുള്ളി ഒറ്റും. മൂത്രം ഒഴിക്കാൻ ഒരാൾക്ക് മുട്ടുന്നുണ്ടോ അയാൾക്ക് മൂത്രവാർച്ചയില്ല. ഇല്ല. ബ്ലാഡറിൽ മൂത്രം നിൽക്കുകയാണെങ്കിലേ മൂത്രം ഒഴിക്കാൻ മുട്ടുള്ളൂ. അപ്പോൾ ഈ അസുഖം പറയുന്ന അധികം ആളുകൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മൂത്രവാർച്ചയില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ വരുന്ന സാധനം എന്താണ് എന്നുള്ളതാണ്. അത് നമ്മളെ ഫിഖ്ഹിൻ്റെ കിതാബ് തുഹ്ഫ ഉൾപ്പെടെയുള്ള ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ണിൽ കണ്ണുനീരുള്ളതുപോലെ, മൂക്കിൽ മൂക്കട്ടയുള്ളതുപോലെ, വായിൽ ഉമിനീരുള്ളതുപോലെ, ചെവിയിൽ ചെവിക്കായമുള്ളതുപോലെ തുറക്കപ്പെട്ട എല്ലാ ദ്വാരത്തിനുള്ളിലും നനവുണ്ടായിരിക്കും. ഈ നനവ് പരീക്ഷണാർത്ഥം പോയി നോക്കുമ്പോൾ കാണുന്നതിനെയാണ് മൂത്രമായി ധരിക്കുന്നത്. അങ്ങനെ അത് മൂത്രമാണെന്ന് വിചാരിക്കും, കഴുകി പോന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയൊക്കെ വീണ്ടും ഉണ്ടാവും. അപ്പോൾ വീണ്ടും കഴുകും, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് നനവുണ്ടാവും. പിന്നെ വന്നു എന്ന് തോന്നുന്നതിന് വേറൊരു കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരു സ്കാനിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ മെല്ലെ ഈ വിരലിങ്ങോട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കിയാൽ അടുത്തേക്ക് എത്താനാകുമ്പോൾ ഒരു ഫീലിംഗ് കിട്ടും. നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിൽ ഒരാൾ വന്നെന്ന് നമുക്കത് ഫീൽ ചെയ്യും. ഇങ്ങനെ നമ്മളെ ശരീരത്തിനൊരു സ്കാനിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ കപ്പാസിറ്റി ഛേദിക്കപ്പെട്ട അവയവങ്ങൾക്ക് കൂടുതലായിരിക്കും, കട്ട് ചെയ്ത ഭാഗത്തിന് കൂടുതൽ. അപ്പോൾ ഒരാളെ കാല് മുറിച്ചാൽ ആ കാലിനടുത്തേക്ക് 1 മീറ്റർ ദൂരത്തു നിന്നൊരു സാധനം വരുമ്പോഴേക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഛേദിക്കപ്പെട്ട അവയവങ്ങൾക്ക് അത് കൂടുതലായിരിക്കും. അപ്പം ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ളതും ഉള്ളിൽ നിന്ന് പുറത്തേക്കായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരാൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ടാലും ബസ്സാണെന്ന് തോന്നും എന്നതുപോലെ വസ്വാസമുള്ള ആളുകൾ ഉള്ളിൽ നിന്ന് എന്തോന്ന് പുറത്തേക്ക് വരാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആളുകൾക്ക് ഇത് സംഗതി പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള ഫീലിംഗ് ആണ്, പക്ഷെ ഉള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ വസ്വാസമുള്ള ആളുകൾ മറവിൽ പോയിട്ട് എല്ലാം നോക്കുമ്പോൾ ഒരു നനവ് കാണും. ആ നനവ് സത്യത്തിൽ മൂത്രമല്ല, മൂത്രദ്വാരത്തിൽ ഉള്ള നനവാണ്. പിന്നെ അത് ചില സമയങ്ങളിൽ പുറത്തേക്ക് വരും, കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ മൂത്രമൊഴിച്ച് കഴുകി വൃത്തിയാക്കിയാൽ കൂളിംഗ് ഇഫക്റ്റ് ഉള്ള സമയമാണ്. ആ സമയത്ത് അത് പുറത്ത് കാണും, അല്ലാത്ത സമയത്ത് പുറത്ത് കാണില്ല, അകത്തെപ്പോഴും ഉണ്ടായിരിക്കും. ഇതിനെ റുത്തൂബത്തുൽ ഫർജി എന്നാണ് പറയുക. ഇത് ത്വാഹിറാണ് എന്ന് ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സംശയമുള്ളത്, ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ ഉണ്ടാകുക, ഫർജി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ തോന്നിയേക്കാം. അല്ല, പുരുഷന്മാർക്കും ഉണ്ട് എന്ന് തുഹ്ഫയുടെ ശറയിൽ കാണാവുന്നതാണ്. അതിൽ ഒരുപക്ഷെ ഒരു 90% മാനസികമാണ്. അതൊരു തോന്നലിൽ നിന്ന് പോയി നോക്കുമ്പോൾ കാണുന്നത് മൂത്രമല്ല, ഗുഹ്യത്തിനകത്തുള്ള നനവാണ്. അതിനെ മൂത്രമായി തെറ്റിദ്ധരിക്കുന്നു. ഇങ്ങനെയാണ് ഭൂരിഭാഗമുള്ളത്. അപൂർവ ആളുകൾക്ക് മൂത്രവാർച്ച ഉണ്ടായേക്കാം, ബ്ലാഡറിൽ മൂത്രവാർച്ച ഉണ്ടാകുകയും അവർക്ക് സമയമായെന്നറിയലും ഒതുവെടുക്കലും ഒക്കെ പറയപ്പെട്ട നിയമങ്ങൾ ബാധകമാണ്. എന്തായാലും വ്യത്യസ്ത വിഷയങ്ങളിലാണ് നമ്മളിന്ന് സാന്ത്വനത്തിൽ ഡോക്ടറുമായി സംസാരിച്ചത്.